ശ്രീ എം ജയചന്ദ്രൻ, എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ആദ്യം ചോദിച്ചത് ഇതുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് മലയാളികൾ TV വെക്കുമ്പോൾ അതിൽ സാംസ്കാരിക മന്ത്രി ആരോപണ വിധേയനെക്കുറിച്ച്, ഇദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തനായ സംവിധായകനല്ലേ, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാതെ നമുക്ക് ക്രൂശിക്കാൻ കഴിയുമോ എന്നൊക്കെ ആരോപിതനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ചു, ആരോപണം തെളിയിക്കപ്പെടാതെ അല്ലെങ്കിൽ കേസിൽ പ്രതിയാവാതെ എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുക എന്ന്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണല്ലോ. വളരെ ഗുരുതരമായ ഒരു ആരോപണം ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തി ഉന്നയിച്ചിട്ട് അദ്ദേഹം ഇനി സാങ്കേതികമായി കേസിൽ പ്രതിയാകാൻ കാത്തു നിൽക്കുകയാണോ? പണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു ഉപമയുണ്ട്. ഒരു ചക്ക പഴുത്തു കഴിഞ്ഞാൽ അത് സമയത്ത് പറിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ തൂങ്ങി നിൽക്കും, അതിൽ വന്ന് കാക്ക കൊത്തും, അപ്പോൾ അതിലൊരു ഓട്ടയാവും, അത് പകുതി ഇനിയും പകുതി വീണ്ടും പഴുത്തത് ചെയ്യും, ലാസ്റ്റ് ഒടുവിൽ അത് പൊത്തോ എന്ന് താഴെ വീഴുമ്പോൾ ഒരവസ്ഥ ഉണ്ടല്ലോ, കൂവീച്ചയൊക്കെ ആർക്കുന്ന. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എന്തിനാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? ഇനിയും കേരളത്തിലുള്ള സ്ത്രീകൾ, ജനങ്ങൾ എല്ലാവരും ആക്ഷേപിച്ച് പരമാവധി പറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇറങ്ങിപ്പോകാം എന്ന് വെച്ചിരിക്കേണ്ട പദവിയാണോ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം? അഭിലാഷം, ഞാൻ എൻ്റെ അഭിപ്രായം താങ്കൾ ആദ്യം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാനുള്ള കേസെടുക്കണം എന്ന് തന്നെയാണല്ലോ ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. ഇപ്പോഴും അതിൽ നിന്ന് ഞാൻ മാറുന്നില്ലല്ലോ, മാറിയിട്ടുമില്ലല്ലോ. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ഇപ്പോൾ ഹരീഷ് പറഞ്ഞതുപോലെ FIS എടുക്കണം. അതിനുശേഷമാണല്ലോ ബാക്കി നടപടികൾ വരുന്നത്. പിന്നീടാണ് FIR വരുന്നത് എന്നാണ് എൻ്റെ പരിമിതമായ ബോധ്യം എന്നാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ കഴിയില്ലല്ലോ. അത് അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ FIS എടുക്കേണ്ടത് പ്രഥമ വിവര റിപ്പോർട്ടാണല്ലോ. അതിപ്പോ പോലീസ് അപ്പോൾ വെളിവാകുന്ന കാര്യം എന്ത് എന്ന് എഴുതി വെക്കുന്ന പറഞ്ഞോട്ടെ. അല്ല, ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആരാണ് കേസ് എടുക്കേണ്ടത്? ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളൂ. ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന്, തിരുത്താനും തയ്യാറാണെന്ന്, എനിക്ക് മടിയില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് തിരുത്തിക്കോളൂ. ജ്യോതികുമാർ നിൽക്കൂ. ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ പോലും താങ്കൾ ഈ ജനങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന അറിവുള്ള കേസിനെ സംബന്ധിച്ച് ബേസിക് അറിയാവുന്നവരെ പോലും തെറ്റിദ്ധരിപ്പിക്കരുത്. FIR ഇട്ടതിന് ശേഷമാണ് FIS എടുക്കുന്നത്. അത് അതിനെ സംബന്ധിച്ച് പോലും താങ്കൾ അറിയില്ലെങ്കിൽ പിന്നെ താങ്കൾ ആ ഭാഗം പറയാതിരിക്കും. ഞാൻ പറഞ്ഞ അതല്ലല്ലോ സാർ. താങ്കൾ അത് തന്നെയാ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ജ്യോതികുമാർ താങ്കൾക്ക് അറിയാമല്ലോ, എന്നെ അറിയുന്ന ആളാണല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്ന് താങ്കൾ സ്ഥാപിച്ചോളൂ, ഞാൻ ഉൾക്കൊണ്ടോളാം. അതുവരെയുള്ള ഒരു ക്ഷമിക്കാനുള്ള ആ ഒരു സഹിഷ്ണുത കാണിക്കും. നമ്മൾ രണ്ടുപേരും പറയുന്നത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നേ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഇരിക്കട്ടെ, കേൾക്കുന്നുണ്ടല്ലോ. താങ്കൾ എന്നെ തിരുത്തുന്നതും ഞാൻ പറയുന്നത് വിഡ്ഢിത്തരമാണെന്ന് പറയുന്നതൊക്കെ ജനങ്ങൾ, പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് അവരുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. അതല്ലേ നല്ലത്, അതല്ലേ നമ്മുടെ ചർച്ചയുടെ ഒരു അതാണല്ലോ ഹെൽത്തി ഡിബേറ്റ് നല്ലത്. എപ്പോഴും അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞ ഇതാണ്, പോലീസ് കേസെടുക്കണമെങ്കിൽ പോലീസിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗം എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ അത് FIR എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അതങ്ങനെ ആവട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടും കൺഫേം ചെയ്തിട്ടുമാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ വെറുതെ എൻ്റെ തലയിൽ ഉദിച്ച ചില ആശയങ്ങൾ ഇവിടെ വന്ന് വിളമ്പുന്ന ആളല്ല എന്നുള്ള അഭിലാഷണെങ്കിലും മിനിമം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് വിഡ്ഢിത്തരമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ താങ്കൾ തിരുത്തിക്കോളും, ഞാൻ ഉൾക്കൊണ്ടോളാം. അത് വേറെ കാര്യം. അപ്പോൾ അത്തരത്തിൽ പോലീസിന് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ട് പോലീസ് കേസെടുക്കണം. കേസെടുക്കുന്നത് കൊണ്ട് ഇയാൾ രഞ്ജിത്ത് നാളെ രാജിവെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴും ഇപ്പോഴും അങ്ങനെയല്ല പറയുന്നത്. അത് രാജിവെക്കുമായിരിക്കാം, വെക്കാതിരിക്കുമായിരിക്കാം. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ രാജിവെക്കും എന്ന് തന്നെയാണ് അക്കാദമി അംഗമായ അരുണിൻ്റെ ഉറച്ച ധാരണ. അതാണ്, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ അറിവാണ് അദ്ദേഹം പറഞ്ഞത്. രാജിവെക്കട്ടെ. ഞാൻ ഇന്നത്തെ കോൺടെക്സ്റ്റിലുള്ള ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നാളെ രാജിവെക്കുമായിരിക്കാം. ഇപ്പോൾ ജോഷി ജോസഫ് അവിടുത്തെ കാര്യങ്ങളിൽ ലൈവായിട്ട് നിൽക്കുന്ന ആളാണ് ഈ കേസിലടക്കം. അദ്ദേഹം രഞ്ജിത്തുമായിട്ട് പേഴ്സണലി ബന്ധമുള്ള ആളുമാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൊൽക്കത്ത ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ നടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവരെ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ, അതാണ് ഇങ്ങനെ വഷളാക്കുന്നത്. അങ്ങനെ സോറി പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമേ ഉള്ളെങ്കിൽ അതൊക്കെ എന്തിനാണ് ഈ രഞ്ജിത്ത് ഇങ്ങനെ വഷളാക്കുന്നത് എന്ന ചോദ്യമേ എനിക്ക് ചോദിക്കാൻ കഴിയൂ. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളുമാണ്. അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യണ്ടേ? ഇന്ന് ഒരു മാധ്യമത്തോട് ഈ വ്യക്തി പറഞ്ഞത്
അക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ ഖേദപ്രകടനം വേണ്ടേ? അല്ലാതെ രഞ്ജിത്ത് എന്താണ് പറയുന്നത്? ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചതിനപ്പുറം യാതൊന്നും ഉണ്ടായിട്ടില്ല. ഇവരെൻ്റെ സിനിമയുടെ ഓഡീഷന് വേണ്ടി വന്നു, അപ്പോൾ നോക്കുമ്പോൾ പറ്റില്ല എന്ന് തോന്നി, അപ്പോൾ തന്നെ ശങ്കർ രാമകൃഷ്ണനോട് വേണ്ടാന്ന് പറഞ്ഞു. ശങ്കർ രാമകൃഷ്ണൻ ഇവരെ പറഞ്ഞു വിട്ടു. ഇതാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അട്രോസിറ്റി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിപ്പോയി, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയെന്നാണ് ഈ ശ്രീലേഖ മിത്രയും പറയുന്നത്. അതിനൊന്നും ഉള്ള സന്നദ്ധത പക്ഷേ രഞ്ജിത്തിനില്ല. അദ്ദേഹത്തെ കൊണ്ടത് ചെയ്യിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആർജവം സർക്കാരിനുമില്ല. അദ്ദേഹം ആ പദവിയിൽ തുടരട്ടെ, മഹാനായ സംവിധായകനല്ലേ എന്നാണ് സാംസ്കാരിക മന്ത്രി പറയുന്നത്. അത് സാംസ്കാരിക മന്ത്രി എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ശരി, ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂവിൽ ജോഷി ജോസഫിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാമ്പും കഴമ്പും ഉണ്ടല്ലോ. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ എന്ന് ജോഷി ജോസഫിനെ പോലെ ഒരാൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ വസ്തുതകളില്ലേ, കാമ്പില്ലേ, കഴമ്പില്ലേ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ അങ്ങനെ ചിന്തിക്കാനേ എനിക്ക് കഴിയൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ, ഇങ്ങനൊരു പ്രശ്നം വന്നിരിക്കുന്നു, അത് ചെറിയൊരു സ്ഥാപനത്തിൻ്റെ അല്ല, സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള അക്കാദമിയാണ്, ചലച്ചിത്ര അക്കാദമിയാണ്. അതിൻ്റെ സാരഥിയെക്കെതിരെയാണ് ഇങ്ങനൊരു പരാതി വരുന്നത്, വിമർശനം വരുന്നത്. അത് രൂക്ഷമായി ചർച്ച ചെയ്യപ്പെടുന്നു. ശരി. അപ്പോൾ പിന്നെ അവരുമായി നേരിട്ട് ബന്ധമുള്ള ജോഷി ജോസഫ് ഈ ചർച്ചയിൽ തന്നെ പറയുകയാണ്, ഒരു സോറിയിൽ തീരുന്ന കാര്യമുള്ളൂ, പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം വേറെ രൂപത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകേണ്ട കാര്യമില്ല ശ്രീ രഞ്ജിത്ത് എന്ന് തന്നെ ജയചന്ദ്രൻ എന്ന് ഞാൻ പറയൂ.